അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ബഹുമാന്യരായ സത്യവിശ്വാസികളായ രക്ഷിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, ഇന്ന് ബഹുമാന്യനായ നാസർ സുല്ലമിയായിരുന്നു ഇവിടെ ക്ലാസ് എടുക്കേണ്ടത്. അദ്ദേഹത്തിന് ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് എത്താൻ കഴിയാത്തതുകൊണ്ട് ഈ ഒരു നിമിഷത്തിൽ മാത്രമാണ് ഇന്നത്തെ ക്ലാസ് ഞാനായിരിക്കുമെന്ന് അറിയുന്നത്. ഏതായാലും നമുക്കറിയാവുന്ന ചില കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കാനാണ് ഈ സമയത്ത് ഉദ്ദേശിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള ഏതാനും ചില കാര്യങ്ങളാണ് പറയുന്നത്. നമുക്കറിയാം, ലോകത്ത് ജനിച്ചിരിക്കുന്ന, ലോകത്ത് അറിയപ്പെട്ടിരിക്കുന്ന മഹാന്മാരെല്ലാം അവർ ലോകത്ത് അറിയുന്നത്, ലോകത്തിന് പരിചയമാകുന്നത് അവർ ജനിച്ച് ജീവിച്ച് കുറേ കാലം ഇവിടെ പലതും പ്രവർത്തിച്ചതിനു ശേഷമായിരിക്കും. ശാസ്ത്രജ്ഞന്മാരാണെങ്കിൽ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയതിനു ശേഷമായിരിക്കും അവർ ലോകത്തറിയപ്പെടുന്നത്. ഭരണ തലവന്മാരാണെങ്കിൽ അവർ രാഷ്ട്രങ്ങൾ ഭരിച്ച് വലിയ വലിയ ഭരണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിനു ശേഷമായിരിക്കും ലോകത്ത് അറിയപ്പെടുന്നത്. സൈനിക നേതാക്കന്മാരാണെങ്കിൽ യുദ്ധങ്ങൾ ചെയ്യുകയും യുദ്ധത്തിൽ വിജയം വരിക്കുകയും ചെയ്തതിനു ശേഷമായിരിക്കും അറിയുന്നത്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയപ്പെട്ടത് എപ്പോഴാണ്? മുഹമ്മദ് നബിയെ ലോകം അറിയുന്നത് അദ്ദേഹം ജനിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ ലോകത്തിന് പരിചയമുണ്ട്. ജനിക്കുന്നതിൻ്റെ എത്ര വർഷം മുൻപ്? ചുരുങ്ങിയത് 6 നൂറ്റാണ്ടുകൾക്ക് മുന്നിൽ, 600 കൊല്ലങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹത്തെ ലോകത്തിന് പരിചയമുണ്ട്. ഇങ്ങനെ പറയാൻ നമ്മുടെ കയ്യിലുള്ള തെളിവെന്താണ്? കാര്യങ്ങൾ പറഞ്ഞതിൽ, ചരിത്രം പറഞ്ഞതിൽ ഇന്നുവരെയും തെറ്റുപറ്റാത്ത വിശുദ്ധ ഖുർആനാണ് ഇങ്ങനെ പറയാൻ നമുക്കുള്ള തെളിവ്. അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുൻപ് തന്നെ അദ്ദേഹത്തെ ലോകം അറിയപ്പെട്ടിരുന്നു, ലോകം അദ്ദേഹത്തെ പ്രതീക്ഷയോടെ കണ്ടിരുന്നു. വിശുദ്ധ ഖുർആന്റെ സൂറത്ത് സ്വഫിന്റെ ആദ്യ ഭാഗത്തിൽ അല്ലാഹു പറയുന്ന ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന് 2 പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ ലോകത്ത് നിർവഹിക്കാനുണ്ടായിരുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതിൽ ഒന്ന് മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്, എനിക്ക് മുൻപ് വന്നിരിക്കുന്ന തൗറാത്തിനെ സത്യപ്പെടുത്താൻ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അദ്ദേഹത്തിന് അല്ലാഹു നൽകിയിരിക്കുന്ന തൗറാത്തിനെ സത്യപ്പെടുത്താൻ. രണ്ടാമത്തത് എന്താണ്? വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്കു ശേഷം വരാനിരിക്കുന്ന അഹ്മദ് എന്ന ഒരു പ്രവാചകനെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുവാനാണ്. ഇതാര് പറയുന്നതാണ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു? കൃത്യമായി പറഞ്ഞാൽ 571 വർഷം, അഥവാ ഏകദേശം 6 നൂറ്റാണ്ട്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിൻ്റെ 6 നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് സഹിതം പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും നമ്മുടെ ക്രൈസ്തവ സുഹൃത്തുക്കൾ ഉപയോഗിക്കുന്ന ബൈബിൾ പരിശോധിച്ചാൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നടത്തിയിരിക്കുന്ന സന്തോഷ വാർത്തയും പ്രവചനവും ഒക്കെ കാണാൻ സാധിക്കും.
അപ്പോൾ ചുരുക്കത്തിൽ ലോകത്ത് മറ്റു നേതാക്കന്മാരൊക്കെ ജനിച്ച് കുറെ കാലം ജീവിച്ചതിന് ശേഷമാണ് ലോകത്ത് അറിയപ്പെട്ടത് എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ജനനത്തിന് മുൻപ് തന്നെയാണ്. 6 നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ അദ്ദേഹം ലോകത്ത് അറിയപ്പെടുന്നു. ഈ ഒരു പ്രത്യേകത, ഈ ഒരു സവിശേഷത ലോകത്തെ മഹാന്മാരുടെ കൂട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ് നാം കാണുന്നത്. ലോകത്ത് ജനിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ലോകത്ത് അറിയപ്പെടുന്നു. ലോകത്തെ ആളുകൾ അദ്ദേഹത്തെ കാത്തിരിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇനി മറ്റൊന്ന്, ഇങ്ങനെ ജനനത്തിന് മുൻപ് തന്നെ അറിയപ്പെട്ടിരിക്കുന്ന ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഖുർആൻ എന്താണ് പറയുന്നത്? വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിന്റെ 21-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും ഈ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്, നല്ല മാതൃകയുണ്ട്. ഖുർആനിൽ ഉസ്വത്തുൻ ഹസന എന്ന പ്രയോഗം 3 സ്ഥലങ്ങളിലേ നടത്തിയിട്ടുള്ളൂ. അതിൽ 2 എണ്ണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് പറയുന്നത്. ഒന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് സൂറത്ത് അഹ്സാബിലെ 21-ാമത്തെ വചനത്തിൽ. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഉത്തമ മാതൃകയും ലോകത്ത് വന്നിരിക്കുന്ന മറ്റു നേതാക്കന്മാരുടെ മാതൃകയും തമ്മിലുള്ള വ്യത്യാസം? ഒരുപാട് വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. പ്രധാനപ്പെട്ട 3 വ്യത്യാസം പറയാം. ഒന്ന്, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃക എന്ന് പറയുന്നത് അത് സർവതല സ്പർശിയായിരുന്നു. സർവതല സ്പർശി എന്ന് പറഞ്ഞാൽ ചില എഴുത്തുകാരുടെ ഭാഷ കടമെടുത്ത് പറയുകയാണ് എങ്കിൽ അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ, കുടിൽ മുതൽ കൊട്ടാരം വരെ എന്ന് വേണ്ട എല്ലാ മേഖലയും ഒരു മനുഷ്യന്റെ വ്യക്തിപരം, കുടുംബപരം, സാമൂഹികം, സാമ്പത്തികം, രാഷ്ട്രീയം എന്ന് വേണ്ട എല്ലാ മേഖലകളെയും കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ നമുക്ക് മാതൃക കണ്ടെത്താൻ സാധിക്കും. ഈ പറഞ്ഞിരിക്കുന്ന ഒരു മാതൃക അത് ലോകത്തെ മറ്റു നേതാക്കന്മാരുടെ ജീവിതത്തിൽ കാണാൻ കഴിയില്ല. ഇതുകൊണ്ടായിരിക്കാം ഒരു ക്രിസ്ത്യാനിയായ വ്യക്തി, അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ദ 100 എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ മൈക്കൽ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന വ്യക്തി എഴുതിയിരിക്കുന്ന ഈ ഗ്രന്ഥത്തിൽ ലോകം കണ്ടിരിക്കുന്ന 100 മഹാന്മാരെ സംബന്ധിച്ചുള്ള പഠനമാണ്. ദ 100 എന്ന പുസ്തകം ഇംഗ്ലീഷിലുണ്ട്, അറബിയിലുണ്ട്, അങ്ങനെ പല ഭാഷകളിലുമുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിരിക്കുന്ന 100 വ്യക്തികളെ സംബന്ധിച്ചാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. എന്നിട്ട് ഓരോ വ്യക്തികളും ലോകത്തുണ്ടാക്കിയിരിക്കുന്ന സ്വാധീനങ്ങൾക്ക് അടിസ്ഥാനത്തിൽ അദ്ദേഹം റാങ്ക് നിശ്ചയിച്ചു. ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്, ഫോർത്ത് റാങ്ക്, അങ്ങനെ 100 വ്യക്തികളെയും അവർ ലോകത്ത് ചെയ്തിരിക്കുന്ന സംഭാവനകൾ, അവർ ലോകത്ത് സമർപ്പിച്ചിരിക്കുന്ന മാതൃകകൾ, അവർ ലോകത്തുണ്ടാക്കിയിരിക്കുന്ന സ്വാധീനങ്ങൾ എന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം റാങ്കിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സ്ഥാനങ്ങൾ നൽകി. അതിൽ ഫസ്റ്റ് 1 റാങ്ക്, 1ാമത്തെ റാങ്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നേടിയത്. അങ്ങനെ ഈ പുസ്തകം ഇറങ്ങിയപ്പോൾ ക്രൈസ്തവ ലോകത്തുനിന്ന് വലിയ വിമർശനങ്ങൾ ഉണ്ടായി. ഒരു ക്രിസ്ത്യാനിയായ മൈക്കൽ എച്ച് ഹാർട്ട് എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ എന്തുകൊണ്ട് ജീസസ് ക്രൈസ്റ്റിന് 1ാം സ്ഥാനം നൽകിയില്ല? ജീസസ് ക്രൈസ്റ്റ് അഥവാ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ആ പുസ്തകത്തിൽ 3ാം സ്ഥാനത്താണ്, തേർഡ് റാങ്ക്. ഇങ്ങനെ വലിയ വിമർശനം വന്നപ്പോൾ മൈക്കൽ എച്ച് ഹാർട്ട് തന്നെ അതിന് വിശദീകരണം കൊടുത്തു. ഞാൻ വ്യക്തികൾക്ക് റാങ്ക് നിശ്ചയിച്ചത് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എന്തായിരുന്നു മാനദണ്ഡം? ഏറ്റവും കൂടുതൽ എല്ലാ മേഖലയിലും സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ച ആള്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ മക്കളില്ല, കുടുംബമില്ല. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ യുദ്ധം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ യുദ്ധത്തിന്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ എന്ത് എന്ന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് പറയാൻ സാധിച്ചിട്ടില്ല. കുടുംബമില്ലാത്തത് കൊണ്ട്, ഭാര്യയില്ലാത്തത് കൊണ്ട്, മക്കളില്ലാത്തത് കൊണ്ട് ഒരു കുടുംബത്തിൽ പ്രായോഗികമായി എന്തൊക്കെ മാതൃകകൾ സ്വീകരിക്കാം അത് ഒരു പക്ഷേ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത എന്താണ്? അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ട്, മക്കളുണ്ടായിട്ടുണ്ട്, കുട്ടികളുണ്ടായി, കുടുംബം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുടുംബ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട മാതൃകകൾ,
അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ യുദ്ധമുണ്ടായിട്ടുണ്ട്. യുദ്ധത്തിൽ പാലിക്കേണ്ട യുദ്ധമര്യാദകൾ. അദ്ദേഹം ഒരു അനാഥനായിരുന്നു. പിന്നീട് അദ്ദേഹം വലിയ രാജാവായി തീർന്നു. ഒരു രാഷ്ട്രത്തിന്റെ വലിയ അധിപനായി തീർന്നു. അപ്പോൾ അനാഥ കുട്ടികൾ എങ്ങനെയാണ് കഴിയേണ്ടത്? ഇനി അവർ വലിയ ഭരണാധികാരികളായിട്ടുണ്ടെങ്കിൽ അവർ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? പ്രവാചകൻ ഒരു നല്ല അധ്യാപകനായിരുന്നു, ടീച്ചറായിരുന്നു. എങ്ങനെയാണ് ഒരു ടീച്ചർ, ഒരു അധ്യാപകൻ കുട്ടികളെ പരിപാലിക്കേണ്ടത്? പ്രവാചകൻ ഒരു നല്ല പിതാവായിരുന്നു. എങ്ങനെയാണ് പിതാവ് എന്ന നിലയ്ക്ക് മക്കളെ പാരന്റിങ്ങിന് വിധേയമാക്കേണ്ടത്? മക്കൾക്ക് എങ്ങനെയാണ് ഏറ്റവും നല്ല രക്ഷാകർതൃത്വം നൽകേണ്ടത്? പ്രവാചകൻ ഭർത്താവായിരുന്നു. ഒന്നിലേറെ ഭാര്യമാരുടെ ഭർത്താവായിരുന്നു പ്രവാചകൻ. അപ്പോൾ ഒരു ഭാര്യയോട് എന്ന് മാത്രമല്ല, ജീവിതത്തിൽ ഒന്നിലേറെ ഭാര്യമാരുണ്ടെങ്കിൽ ഈ ഭാര്യമാരോടൊക്കെ എങ്ങനെ നീതിപരമായി പ്രവർത്തിക്കണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലിപ്പയായിരുന്നു. ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ തുടങ്ങിയിരിക്കുന്നവർ പ്രവാചകന്റെ പേരമക്കളായിരുന്നു. ഒരു വല്ലിപ്പ എന്ന നിലയ്ക്ക്, ഗ്രാൻഡ് ഫാദർ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് തൻ്റെ പേരക്കുട്ടികളോട് പെരുമാറേണ്ടത് എന്നിത്യാദി എല്ലാ മേഖലകളിലും സർവതല സ്പർശിയാണ്. ഒരു മനുഷ്യന്റെ എല്ലാ മേഖലകളിലും സർവതല സ്പർശിയായ മാർഗങ്ങൾ, മാതൃകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയിൽ, തൊഴിൽ മേഖലയിൽ, ഭരണമേഖലയിൽ ഈ പറഞ്ഞിരിക്കുന്ന മാതൃകയൊന്നും ലോകത്തിലെ മറ്റു നേതാക്കന്മാരിൽ കാണാനില്ല. അതുകൊണ്ടാണ് ദ 100 എന്ന് പറയുന്ന പുസ്തകത്തിൽ മൈക്കൽ എച്ച് ഹാർട്ട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 1ാമത്തെ റാങ്ക് നൽകിയത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഓടുന്ന വ്യക്തി ആരാണ്? ഹുസൈൻ ബോൾട്ട്. കഴിഞ്ഞ 3 ഒളിമ്പിക്സുകളും അദ്ദേഹമാണ് 100 മീറ്ററിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഓടി ഫിനിഷ് ചെയ്ത്. അദ്ദേഹത്തിന്റെ പേരിലാണ് ലോക റെക്കോർഡുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഒരു 100 മീറ്റർ എത്ര വേഗത്തിൽ ഓടാം എന്നുള്ളതിന് ബോൾട്ടിനെ മാതൃകയാക്കാം, മോഡലാക്കാം. എന്നാൽ ഹുസൈൻ ബോൾട്ടിന്റെ കുടുംബജീവിതമോ, അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതമോ, അദ്ദേഹത്തിന്റെ സാമ്പത്തിക ജീവിതമോ എത്ര പേർക്ക് മാതൃകയാക്കാൻ കഴിയും? അമേരിക്കയുടെ ചരിത്രത്തിൽ ഇന്ന് വരെയും ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയനായ പ്രസിഡന്റായിരുന്നു അബ്രഹാം ലിങ്കൻ. ഈ അബ്രഹാം ലിങ്കൻ ഒരുപാട് നല്ല മാതൃകകൾ ലോകത്ത് ബാക്കിയാക്കിയിട്ടുണ്ട്. വെളുത്തവന്റെയും കറുത്തവന്റെയും ഇടയിലുള്ള ഉച്ചനീചത്വം, അടിമ സമ്പ്രദായത്തെ ഇല്ലാതാക്കാൻ, ഇങ്ങനെ ഒരുപാട് ഭരണപരിഷ്കാരങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണാം. എന്നാൽ ആ ലിങ്കന്റെ ചരിത്രം എഴുതിയ കൂട്ടത്തിൽ പറയുന്നു, അബ്രഹാം ലിങ്കനും ഒരു രഹസ്യ കാമുകി ഉണ്ടായിരുന്നു. അടിമത്തം ഇല്ലാതാക്കാൻ എന്തു ചെയ്യാം എന്നുള്ളതിന് ലിങ്കന്റെ ജീവിതത്തിലൂടെ ചില മാതൃക കാണാം. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം എല്ലാവർക്കും എല്ലാ സന്ദർഭത്തിലും സ്വീകരിക്കാൻ കഴിയുമോ? ഇല്ല. ചില ആളുകളുടെ പരസ്യ ജീവിതം നന്നാകാം, എന്നാൽ രഹസ്യ ജീവിതം അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ചില ആളുകൾ സമൂഹത്തിൽ ഇടപെടുന്നത് വളരെ മാന്യമായിരിക്കും, എന്നാൽ സ്വന്തം കുടുംബത്തിൽ ഭാര്യയോട് മക്കളോട് വളരെ മോശമായിട്ടായിരിക്കും. ചില ആളുകൾക്ക് യുദ്ധരംഗത്ത് വളരെ പ്രാവീണ്യം ഉണ്ടാകും, എന്നാൽ ഭരണരംഗത്ത് ഉണ്ടായിരിക്കില്ല. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസ്ഥ എന്താണ്? അദ്ദേഹത്തിന്റെ രഹസ്യ ജീവിതമാകട്ടെ, പരസ്യ ജീവിതമാകട്ടെ, വ്യക്തി ജീവിതമാകട്ടെ, കുടുംബജീവിതമാകട്ടെ എല്ലാം മാതൃകാപരമായിരുന്നു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ ആ ഉത്തമ മാതൃകയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത സർവതല സ്പർശിയാണ്. എല്ലാ മേഖലയെയും ചൂഴ്ന്നു നിൽക്കുന്ന, അഗാധമായി സ്വാധീനിക്കുന്ന, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മാതൃക. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മീൻസ് മാതൃകയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത. ലോകത്ത് ഇന്നോളം ഉണ്ടായിരിക്കുന്ന ഒരു നേതാവിനും അങ്ങനെയുള്ള ഒരു സമ്പൂർണമായ മാതൃക ലോകത്തിന് സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല. രണ്ടാമത്തെ പ്രത്യേകത പ്രായോഗികമായി നമുക്ക് പ്രാക്ടിക്കലായി സ്വീകരിക്കാൻ കഴിയുന്നതാണ്. ലോകത്ത് ഒരുപാട് നേതാക്കന്മാരുണ്ട്. മാർക്സിസ്റ്റ് നേതാക്കന്മാർ, സോഷ്യലിസ്റ്റ് നേതാക്കന്മാർ, ഇങ്ങനെ പല ആളുകളുമുണ്ട്. ലോകത്ത് ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി ചില ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? സമ്പത്ത് ഉള്ളവന്റെ സമ്പത്ത് പോയി കൊള്ളയടിച്ചിട്ടാണെങ്കിലും അക്രമം കാണിച്ചിട്ടാണെങ്കിലും അത് പിടിച്ചെടുക്കുക.
സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ചു ശക്തരാകുവിൻ. നമ്മുടെ നാട്ടിൽ കേട്ടിരിക്കുന്ന വലിയ വിപ്ലവ സന്ദേശമാണ്. ഈ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള തൊഴിലാളികൾ സംഘടിച്ചു. സോവിയറ്റ് യൂണിയൻ, റഷ്യ ഉൾപ്പെടുന്ന സോവിയറ്റ് യൂണിയൻ, അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ തൊഴിലാളി വർഗങ്ങൾ സംഘടിച്ചു. ഈ തൊഴിലാളി വർഗങ്ങൾ സംഘടിച്ചിട്ട് അവരെന്ത് ചെയ്തു? വലിയ വലിയ ജന്മിമാരുടെ, വലിയ വലിയ മുതലാളിമാരുടെ അരികിൽ അവരുടെ സമ്പത്ത് കൊള്ളയടിച്ചു. സായുധ വിപ്ലവങ്ങൾ നടത്തി, സംഘടനകൾ ഉണ്ടായി. എന്നാൽ അതിന്റെ ഫലമായി സംഭവിച്ചത് എന്താണ്? മുതലാളിയുടെയും തൊഴിലാളിയുടെയും ഇടയിൽ സംഘട്ടനമായിരുന്നു ഉണ്ടായത്. സ്നേഹബന്ധമല്ല, സംഘട്ടനം, സംഘർഷം, യുദ്ധം. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക എന്തായിരുന്നു? ഉള്ളവന്റെയും ഇല്ലാത്തവന്റെയും ഇടയിൽ സംഘട്ടനമല്ല, സ്നേഹമായിരുന്നു. സകാത്തിലൂടെ, സദഖയിലൂടെ, കടം വായ്പ നൽകുന്നതിലൂടെ പ്രവാചകൻ ഒരു വലിയ മാതൃക ലോകത്തിന് സമർപ്പിച്ചു. അത് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന പോലെ തന്നെ ഉള്ളവന്റെയും ഇല്ലാത്തവന്റെയും ഇടയിൽ അന്തരം ഇല്ലാതെയാക്കി. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉള്ളവന്റെയും ഇല്ലാത്തവന്റെയും ഇടയിൽ രക്തരൂക്ഷിതമായ സംഘട്ടനമാണ് ഉണ്ടാക്കിയതെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ളവന്റെയും ഇല്ലാത്തവന്റെയും ഇടയിൽ, തൊഴിലാളിയുടെയും മുതലാളിയുടെയും ഇടയിൽ സ്നേഹ സമന്വയ ബന്ധമാണ് ഉണ്ടാക്കിയത്. ഇതാണ് അദ്ദേഹത്തിന്റെ ജീവിത മാതൃകയുടെ രണ്ടാമത്തെ പ്രത്യേകത. പ്രായോഗികമാണ്, പ്രാക്ടിക്കലാണ്. ഇസ്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്തിരിക്കുന്ന സൊസൈറ്റിയിലെ മുതലാളിമാരും തൊഴിലാളികളും, മുതലാളിമാരും പാവപ്പെട്ടവരും തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. മുതലാളി തൊഴിലാളിക്ക് സ്വതക്ക കൊടുക്കുന്നു, അഥവാ അവനെ സ്നേഹിക്കുന്നു. തൊഴിലാളി, പാവപ്പെട്ടവൻ തിരിച്ച് മുതലാളിയെ ബഹുമാനിക്കുന്നു. ഒരു ഭാഗത്തേക്ക് സ്നേഹം, മറുഭാഗത്തേക്ക് ബഹുമാനം. ഒരു ഭാഗത്തേക്ക് കാരുണ്യം, മറുഭാഗത്തേക്ക് ആദരവ്. ഇങ്ങനെ ഒരു സൊസൈറ്റിയിൽ, ഒരു സമൂഹത്തിൽ ഉള്ളവന്റെയും ഇല്ലാത്തവന്റെയും ഇടയിൽ പരസ്പര സ്നേഹവും ബഹുമാനവും കാരുണ്യവും ആദരവും ഒക്കെ നിലനിൽക്കുമ്പോൾ ആ സമൂഹമാണ് ഏറ്റവും നല്ല സമൂഹമായി മാറുന്നത്. ഇങ്ങനെ ലോകത്ത് ഒരു സമൂഹം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയെടുത്തിരിക്കുന്ന സമൂഹമല്ലാതെ ലോകത്ത് മറ്റൊരു സമൂഹത്തെയും കാണാൻ കഴിയില്ല. അപ്പോൾ പ്രാക്ടിക്കലാണ്, പ്രായോഗികമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിരിക്കുന്ന മാതൃക. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും ഈ പ്രവാചകനിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ മാതൃകയുണ്ട്. മൂന്നാമത്തെ പ്രത്യേകത എന്താണ്? മൂന്നാമത്തെ പ്രത്യേകത, ഈ രണ്ടു സവിശേഷതകളും നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ. ഏത് രണ്ട് സവിശേഷതകൾ? ഒന്ന്, സർവതല സ്പർശിയാണ്, എല്ലാ മേഖലയിലും മാതൃകയുണ്ട്. രണ്ടാമത്തത്, ഉള്ള മാതൃകൾ നമുക്കെല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുന്നതാണ്, ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്, പ്രാക്ടിക്കലായി നമുക്ക് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. ഈ രണ്ടു സവിശേഷതകൾ ഉള്ളത് കൊണ്ട് തന്നെ മൂന്നാമത്തെ പ്രവാചകന്റെ സവിശേഷത സർവകാലങ്ങളെയും അതിജീവിക്കുന്ന, കാലാതിവർത്തിയായി നിലനിൽക്കുന്നതാണ്. ലോകം എത്ര പുരോഗതി പ്രാപിച്ചാലും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരിക്കുന്ന മാതൃക ഇവിടെ നിലനിൽക്കും. അത്ഭുതമാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് ക്രിസ്ത്യാനികളാണ്. എന്നാൽ ഈ ക്രിസ്ത്യാനികൾക്ക് ബാത്റൂമിലേക്ക് എങ്ങനെ പ്രവേശിക്കണം, എങ്ങനെ പുറത്തു വരണം അവർക്കറിയില്ല. എന്നാൽ മുസ്ലിങ്ങൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ, അവർക്കറിയാം. ഇടതുകാലെടുത്ത് വെച്ച് പ്രാർത്ഥനയുടെ ബാത്റൂമിലേക്ക് പ്രവേശിക്കണം, വലതുകാലെടുത്ത് വെച്ച് പ്രാർത്ഥനയുടെ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങണം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ വളരെ മൈന്യൂട്ടായ, വളരെ നിസ്സാരമെന്ന് നമ്മൾ കാണുന്ന മേഖലയിൽ പോലും നമുക്കൊരു മാതൃകയുണ്ടായത് എവിടെ നിന്നാണ്? ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിജീവികൾക്കും വലിയ വിദ്യാസമ്പന്നരുമായ മറ്റു സമുദായങ്ങൾക്ക് ഇല്ലാത്ത ജീവിതത്തിന്റെ വളരെ മൈന്യൂട്ടായ ഭാഗങ്ങളിൽ പോലും, വളരെ നിസ്സാരമായ മേഖലകളിൽ പോലും വളരെ വലിയ മാതൃകകൾ നമുക്കുണ്ടായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരണമാണ്. ആ മാതൃക കാലാതിവർത്തിയാകും. നോക്കൂ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങൾ ഇന്നും അവിടെ ദിനചര്യകൾ ചെയ്യുന്നത് പ്രവാചകന്റെ ഈ മാതൃക പിൻപറ്റിക്കൊണ്ടാണ്. നിത്യ ജീവിതത്തിലെ ഓരോ സമയങ്ങളും, ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ വീണ്ടും ഉറങ്ങാൻ കിടക്കുന്നത് വരെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ. ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴുള്ള പ്രാർത്ഥന, ഇനി എങ്ങനെയാണ് ഉറങ്ങാൻ കിടക്കേണ്ടത്? കൃത്യമായ നിയമമുണ്ട്. വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട്. ക്രിസ്തുമതത്തിൽ, ഹിന്ദുമതത്തിൽ
ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ വളരെ നിസ്സാരമായ മേഖലകളെ സ്വാധീനിക്കുന്ന ഒരു നിയമം കാണാൻ കഴിയുമോ? കാണാൻ കഴിയില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്? വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം, വലത് കൈകൊണ്ട് വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വയറിന്റെ 1/3 ഭാഗം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. 1/3 ഭാഗം ഭക്ഷണം, അതുപോലെ തന്നെ 1 ഭാഗം വെള്ളം, 1 ഭാഗം കാലിയാക്കി വെക്കൽ. ആരാണ് ഈ മാതൃക പഠിപ്പിച്ചത്? ഈ മാതൃക കാലാതിവർത്തിയായി മുന്നോട്ട് പോകുന്നു. ഇന്ന് നാം അനുഭവിക്കുന്ന പല രോഗങ്ങളും, ഈ രോഗങ്ങൾക്ക് മെഡിക്കൽ സയൻസിൽ പറയുന്ന വിഷയം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഫുഡാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ജീവിതശൈലി രോഗങ്ങൾ ഇന്ന് വ്യാപിച്ചിരിക്കുന്നു. ജീവിതശൈലി രോഗങ്ങൾ വ്യാപിക്കാനുള്ള ഒരു കാരണം ഫുഡിൽ സംഭവിച്ചിരിക്കുന്ന, ഭക്ഷണത്തിൽ സംഭവിച്ചിരിക്കുന്ന ചേഞ്ചുകളാണ്. അമിതമായ ഭക്ഷണം കഴിക്കൽ, അതേപോലെ തന്നെ നല്ലതല്ലാത്ത രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കൽ. പ്രവാചകൻ തിരുമേനി പറഞ്ഞിരിക്കുന്ന ഈ ഉപദേശം എത്ര പ്രസക്തമാണ്. 1/3 ഭാഗം ഭക്ഷണം കഴിക്കുക, 1/3 ഭാഗം വെള്ളത്തിനായി മാറ്റി വെക്കുക, 1/3 ഭാഗം അത് ഫ്രീ ആക്കി വെക്കുക. മനുഷ്യന്റെ ശരീരത്തെ ദഹന പ്രക്രിയ, അതുവഴി അവന്റെ ആരോഗ്യം എല്ലാം നിലനിർത്തുവാൻ ഈ ഒരു ഉപദേശം വളരെ പ്രസക്തമാണ്. ചുരുക്കത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോക നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഒന്ന്, ലോകത്തെ മറ്റു നേതാക്കന്മാരൊക്കെ ജനിച്ചതിനു ശേഷമാണ്, അവർ കുറെ കാര്യങ്ങൾ ചെയ്തതിനു ശേഷമാണ് ലോകത്ത് അറിയപ്പെടുന്നത് എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ജനനത്തിന് മുൻപ് തന്നെ ലോകത്ത് അറിയപ്പെട്ടിരിക്കുന്ന, ലോകം പ്രതീക്ഷയോടെ സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ഒരു നേതാവായിരുന്നു. അങ്ങനെ പറയാൻ നമ്മുടെ കയ്യിലുള്ള തെളിവ് സൂറത്ത് സ്വഫിലെ 4-ാമത്തെ ആയത്ത്. പിന്നീട് നമ്മൾ പറഞ്ഞിരിക്കുന്ന വിഷയം, ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിരിക്കുന്നത് സൂറത്ത് അഹ്സാബിലെ 21-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഈ അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ മാതൃകയുണ്ട്. ആ ഉത്തമ മാതൃകയുടെ 3 പ്രത്യേകതകളാണ് പിന്നീട് നാം സൂചിപ്പിച്ചത്. അതിൽ ഒന്ന്, അദ്ദേഹത്തിന്റെ മാതൃക സർവതല സ്പർശിയാണ്, എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്നതാണ്. രണ്ടാമത്തേത്, സർവതല സ്പർശിയാണ് എന്ന പോലെ തന്നെ അനുകരിക്കാൻ സാധിക്കുന്നതാണ്. പ്രാക്ടിക്കൽ, നമ്മുടെ പ്രാക്ടിക്കൽ ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. അത് കേവലം ഒരു ഉട്ടോപ്യൻ സിദ്ധാന്തമല്ല, ഊഹാധിഷ്ഠിതമായ ഒരു ഫിലോസഫി അല്ല പ്രവാചകന്റെ സന്ദേശം. പ്രാക്ടിക്കലായി സ്വീകരിക്കാം. മൂന്നാമത്തേത്, കാലാതിവർത്തിയായി, അഥവാ കാലങ്ങൾ എത്ര മുന്നോട്ട് പോയാലും, ഏതൊക്കെ ഹൈടെക് യുഗത്തിൽ ജീവിച്ചാലും, ലോകത്ത് ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ദിനചര്യകളിലുള്ള മാതൃക അനുയായികൾക്ക് പിൻപറ്റാൻ സാധിക്കുമെങ്കിൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ്. ഈ 3 വിഷയങ്ങളാണ് നാം ഇത്രയും സംസാരിച്ചത്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് നൽകിയിരിക്കുന്ന സന്ദേശങ്ങളുടെ ചില ഭാഗങ്ങൾ പറയാം. ലോകത്ത് വന്നിരിക്കുന്ന നേതാക്കന്മാരിൽ ചില നേതാക്കന്മാർ ചർച്ച ചെയ്തത് കിഴക്ക് പടിഞ്ഞാറ് ദിക്കുകളുടെ പ്രശ്നമാണ്. വേറെ ചില ആളുകൾ ചർച്ച ചെയ്തത് വെളുപ്പ് കറുപ്പ് നിറങ്ങളുടെ, മനുഷ്യന്റെ തൊലി നിറത്തിന്റെ പ്രശ്നമാണ്. വേറെ ചില ആളുകൾ ചർച്ച ചെയ്തത് സ്ത്രീ പുരുഷൻ, ഈ ലിംഗവ്യത്യാസത്തിന്റെ വിഷയമാണ്. സ്ത്രീകളുടെ സമത്വം, പുരുഷന്മാരുടെ സമത്വം, ഇതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വേറെ ചില ആളുകൾ ചർച്ച ചെയ്തത് തൊഴിലാളി മുതലാളി വർഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചർച്ച ചെയ്ത വിഷയം എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്തത്. അതിൽ കിഴക്ക് പടിഞ്ഞാറുണ്ട്, അതിൽ കറുപ്പ് വെളുപ്പ് നിറങ്ങളുണ്ട്, അതിൽ തൊഴിലാളി മുതലാളി വർഗങ്ങളുണ്ട്, അതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ലോകത്തിലെ എല്ലാവരുടെയും പ്രശ്നങ്ങളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചർച്ച ചെയ്തത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, മുഹമ്മദ് നബിയെ ലോകത്തിലുള്ള മുഴുവൻ ആളുകൾക്കും കാരുണ്യമായിട്ടാണ് താങ്കളെ നാം അയച്ചത് എന്ന് പറയുന്നത്. ലെനിൻ, എംഗൽസ്, മാർക്സ് ഇവരൊക്കെ ചർച്ച ചെയ്തിരിക്കുന്ന വിഷയങ്ങൾ ഒരു പ്രത്യേക വർഗത്തിന്റെ പ്രത്യേക ഇഷ്യൂസ് മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ. തൊഴിലാളിയുടെ അവകാശം, തൊഴിൽ നിയമങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്നതൊഴിവാക്കിയാൽ ലോകം അനുഭവിക്കുന്ന മറ്റു വലിയ വലിയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അവർക്ക് ചർച്ച ചെയ്യാൻ സാധിച്ചിട്ടില്ല.
ഫെമിനിസ്റ്റ് സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്, സ്ത്രീവാദി സംഘടനകൾ. സ്ത്രീകളുടെ അവകാശം, സ്ത്രീകളുടെ ഡ്രസ് കോഡ്, അവിടെ സ്വാതന്ത്ര്യം, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമേ അവർക്ക് ചർച്ച ചെയ്യാൻ കഴിയുന്നുള്ളൂ. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചർച്ച ചെയ്തതോ, അദ്ദേഹം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെയോ ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെയോ ഏതെങ്കിലും ഒരു നിറത്തിന്റെയോ ഏതെങ്കിലും ഒരു വർഗത്തിന്റെയോ പ്രവാചകൻ ആയിരുന്നില്ല. വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുഴുവൻ വേദഗ്രന്ഥമാണ് എന്ന പോലെ, ഇസ്ലാം ലോകത്തിന്റെ മുഴുവൻ മതമാണ് എന്ന പോലെ, അള്ളാഹു ലോകത്തിലെ എല്ലാവരുടെയും ദൈവമാണ് എന്ന പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരുടെയും പ്രവാചകനായിരുന്നു. അദ്ദേഹം എല്ലാവരുടെയും പ്രവാചകനായിരുന്നു. എല്ലാ വിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കാണാൻ കഴിയും. സ്ത്രീകൾക്ക് പ്രവാചകൻ നൽകിയിരിക്കുന്ന അവകാശം എത്രയായിരുന്നു? ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പറയുകയാണ്, എൻ്റെ ഭാര്യ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കും, എന്ത് കുട്ടിയാണ്? പെൺകുട്ടിയാണ്. പെൺകുട്ടി എന്ന് പറഞ്ഞാൽ സന്തോഷം കുറച്ചു കുറയും. പറയും, സാരമില്ല, പെൺകുട്ടിയാണെങ്കിലും ഒരു കുട്ടിയെ കിട്ടിയില്ലേ. പെൺകുട്ടി ജനിക്കുന്നത് ഒരു പ്രയാസമാണെന്നും പെൺകുട്ടി ജനിക്കുന്ന ഒരു ശാപമാണെന്നും ചിന്തിക്കുന്ന കാലഘട്ടമാണ് ഈ പറയുന്ന IT-യുടെ യുഗത്തിൽ ജീവിക്കുന്ന ഈ കാലഘട്ടം. പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടി എന്ന് പറയുന്നതിൽ എന്താണ് ഇത്ര അത്ഭുതം? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്ത്രീ സമൂഹത്തിൽ നൽകിയിരിക്കുന്ന പരിരക്ഷ എത്രയായിരുന്നു? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് 2 പെൺകുട്ടികളുണ്ടായി. ആ 2 പെൺകുട്ടികളെ നിങ്ങൾ പ്രായപൂർത്തിയാകുന്നത് വരെ പോറ്റി വളർത്തിയാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ പോറ്റി വളർത്തുന്ന ഞാനും അവനും സ്വർഗത്തിൽ ഹാക്കഥ ഇത് പ്രകാരമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അദ്ദേഹത്തിന്റെ വിരലുകൾ അടുത്തു വെച്ചു. ആർക്കെങ്കിലും 2 പെൺമക്കൾ ഉണ്ടായി, ഒന്നല്ല 2 പെൺമക്കൾ ഉള്ള ഒരു കുഞ്ഞിനെ തന്നെ ജീവനോടെ കുഴിച്ചുകൂടുന്ന കാലഘട്ടത്തിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് പെൺകുട്ടികൾ എത്രയും ഉണ്ടാകട്ടെ, ആ പെൺകുട്ടികളെ നിങ്ങൾ പ്രായപൂർത്തിയാകുന്നത് വരെ, വിവാഹപ്രായമാകുന്നത് വരെ പോറ്റി വളർത്തുന്നു. അവർക്ക് മതവിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം, നല്ല സംസ്കാരം എല്ലാം നൽകുന്നു. അങ്ങനെ നിങ്ങൾ പോറ്റി വളർത്തിയാൽ പരലോകത്ത് ഞാനും അയാളും ഹാക്കഥ ഈ രൂപത്തിലായിരിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വിരലുകൾ ചേർത്ത് വെച്ചു. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സ്വഹാബത്തോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്വതക്കയെ സംബന്ധിച്ച് അറിയിക്കട്ടെ? അല അദുല്ലുക്കും അല അഫ്ദലി സ്വതക്ക, ഈ ഭൂമിയുടെ മുകളിൽ വെച്ച് നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്ക, പുണ്യം. അദ്ദേഹം പറഞ്ഞു, ഇബ്നത്തുക മർദൂദത്തുൻ ഇലൈക്, ഇബ്നത്തുക മർദൂദത്തുൻ ഇലൈക് വലൈസ ലഹ കാസിബുൻ ഗൈറുക, നിന്റെ പെൺകുട്ടി, നിന്റെ മകൾ നിന്നിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. എങ്ങനെയാണ് മടങ്ങി വരുന്നത്? കല്യാണം കഴിച്ചു, ഭർത്താവ് മരിച്ചു, വിധവയായി, അതല്ലെങ്കിൽ ഭർത്താവ് ത്വലാഖ് ചൊല്ലി മുത്തല്ലഖത്തായി. ശരി, ഇങ്ങനെ നിന്റെ പെൺകുട്ടി നിന്റെ അരികിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു സന്ദർഭം, വലൈസ ലഹ കാസിബുൻ ഗൈറുക, നീ അല്ലാതെ മറ്റൊരാളും അവൾക്ക് ചെലവിന് കൊടുക്കാനില്ല. അത്തരം ഒരു സന്ദർഭത്തിൽ നിറഞ്ഞ മനസ്സോടെ അവളെ നിനക്ക് സ്വീകരിക്കാൻ സാധിച്ചാൽ, പ്രവാചകൻ പറഞ്ഞു, അതാകുന്നു നിനക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്വതക്ക, പുണ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്? ഇന്നത്തെ ഫെമിനിസ്റ്റ് വാദികൾക്ക് പോലും പറയാൻ കഴിയാത്ത, സ്ത്രീവാദികൾക്ക് പോലും പറയാൻ കഴിയാത്ത ഏറ്റവും വലിയ സ്ത്രീ സുരക്ഷയാണ്, പരിരക്ഷയാണ്, സ്ത്രീകൾക്കുള്ള അവകാശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വകവെച്ചു കൊടുത്തത്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചത് അറിയാത്തത് കൊണ്ടാണ് പല സ്ത്രീവാദികളും പ്രവാചകനെ ഒരു സ്ത്രീ വിരുദ്ധനായി മുദ്രകുത്തുന്നത്. അത് അറിയിച്ചു കൊടുക്കേണ്ടത് ആരാണ്? അത് മുസ്ലിങ്ങളായ നമ്മളാണ്. പ്രവാചകനെ സ്നേഹിക്കുന്ന നമ്മളാണ് അത് ചെയ്യേണ്ടത്. എല്ലാ മേഖലയിലും നോക്കൂ, നമ്മുടെ രാജ്യത്ത് ചില ക്ഷേത്രങ്ങൾ, അമ്പലങ്ങൾ, ആ ക്ഷേത്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത എന്താണ്?
താഴ്ന്ന ജാതിയിൽപ്പെട്ട മനുഷ്യൻ ക്ഷേത്രത്തിനകത്ത് കയറി പൂജ നടത്തിയതിന്റെ പേരിൽ ആ ക്ഷേത്രം ശുദ്ധി കലശത്തിന് വിധേയമാക്കി. എന്താ കാരണം? ഇവൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടവനാണ്. ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഇവൻ ക്ഷേത്രത്തിൽ കയറിക്കഴിഞ്ഞാൽ ക്ഷേത്രം അശുദ്ധമാകും. അതുകൊണ്ട് അത് ഭഗവാൻ കോപിക്കുന്നതാണ്, ദൈവം കോപിക്കുന്നതാണ്. ദൈവത്തിന്റെ കോപം അകറ്റാൻ, ദൈവത്തിന്റെ പ്രീതി ലഭിക്കാൻ ഈ താഴ്ന്ന ജാതിക്കാർ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം ക്ഷേത്രം ശുദ്ധി കലശത്തിന് വിധേയമാക്കുന്നു. ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ നാം ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക എന്താ? നമുക്കറിയാം, മക്ക വിജയിച്ചടക്കുന്ന കാലഘട്ടം, മക്കം ഫത്തഹിന്റെ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയം ശുദ്ധീകരിച്ചു. എന്താണ് കഅബാലയം? ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത്ത മുബാറക. ജനങ്ങൾക്ക് ആരാധനയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ആദ്യത്തെ പള്ളി, അതിനു മുൻപ് മറ്റൊരു ആരാധനാലയമില്ല. ലോകത്തെ ഏറ്റവും ആദ്യത്തെ പള്ളി കഅബാലയം. ആ കഅബാലയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശുദ്ധിയാക്കുന്നു, വൃത്തിയാക്കുന്നു. എന്നിട്ട് മക്ക വിജയിച്ചടക്കുന്ന സന്ദർഭത്തിൽ അവിടെ കൂടിയിരിക്കുന്ന അനേകം ആളുകൾ, ആ ആളുകൾക്ക് ആഗ്രഹിക്കുകയാണ്. എന്താണ് ആഗ്രഹിക്കുന്നത്? ഈ ഒരു ചരിത്ര നിമിഷത്തിൽ കഅബാലയത്തിൽ കയറി ബാങ്ക് വിളിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിക്കണം. വലിയ വലിയ ആഢ്യ കുടുംബത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട്. അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹു പോലുള്ള ആളുകളുണ്ട്. പണക്കാരായിരിക്കുന്ന ആളുകളുണ്ട്. വലിയ തറവാട്ടുകാരായ ആളുകളുണ്ട്. ഖുറൈശി പ്രമാണിമാരുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചരിത്ര നിമിഷത്തിൽ ബാങ്ക് വിളിക്കാൻ വേണ്ടി ക്ഷണിച്ചതാരെയാണ്? കറുത്തവനിൽ കറുത്തവനായ നീഗ്രോ അടിമയായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ. ഒരു ആരാധനാലയം, ലോകത്തെ ഏറ്റവും ആദ്യത്തെ ആരാധനാലയം ശുദ്ധമാക്കിയതിനു ശേഷം അടിമകളിൽ അടിമയായ, കറുത്തവനിൽ കറുത്തവനായ, ദരിദ്രനിൽ ദരിദ്രനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നീ ബാങ്ക് കൊടുക്കണം. നമ്മുടെ രാജ്യത്ത് നമ്മൾ കാണുന്നത് എന്താണ്? ദലിത് വിഭാഗം, പിന്നാക്ക വിഭാഗം, അടിമ വിഭാഗം ക്ഷേത്രങ്ങളിൽ കയറിക്കഴിഞ്ഞാൽ ക്ഷേത്രം ശുദ്ധി കലശത്തിന് വിധേയമാക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്താണ്? ആരാധനാലയം, പള്ളി ശുദ്ധി കലശത്തിന് വിധേയമാക്കിയതിനു ശേഷം ആ നാട്ടിലുള്ള ഏറ്റവും നീഗ്രോയായ, അടിമയായ, ദരിദ്രനായ ബിലാൽ റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് ബാങ്ക് കൊടുക്കാൻ പറയുന്നു. ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സന്ദേശം. ജാതിയുടെയും ജാതകത്തിന്റെയും അടിസ്ഥാനത്തിലല്ല, ജീവിതത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് സ്ഥാനം നൽകിയത്. ജാതിയുടെയും ജാതകത്തിന്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ വേർതിരിക്കുന്നു നമ്മുടെ കാലഘട്ടത്തിൽ. പ്രവാചകൻ ചെയ്തത് ജീവിതത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് സ്ഥാനം നൽകലാണ്. നോക്കൂ, തൊലിയുടെ പ്രശ്നമില്ല, നിറത്തിന്റെ പ്രശ്നമില്ല, തൊഴിലിന്റെ പ്രശ്നമില്ല, അർഹതക്കുള്ള അംഗീകാരം. നമ്മുടെ രാജ്യത്ത് വിവിധ ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട പൂജാരിമാർ ഹൈന്ദവ സമൂഹത്തിലെ ഉന്നത ജാതിയിൽപ്പെട്ട ആളുകളായിരിക്കും, ബ്രാഹ്മണന്മാരായിരിക്കും. താഴ്ന്ന ജാതിയിൽപ്പെട്ടിരിക്കുന്ന ദലിതന്മാരായ ആളുകൾ പൂജാരിമാരായത് നമ്മൾ അറിയുന്നില്ല. പ്രത്യേകിച്ച് ശബരിമല പോലുള്ള വലിയ വലിയ ക്ഷേത്രങ്ങളിലെ പൂജാരിമാർ, അവിടെയുള്ള തന്ത്രിമാർ, അതൊക്കെ വലിയ കുടുംബത്തിൽപ്പെട്ട ബ്രാഹ്മണ ജാതിയിൽപ്പെട്ടിരിക്കുന്ന ആളുകളായിരിക്കും, സവർണ ജാതി. എന്നാൽ ഇസ്ലാമിൽ ഇമാമ് നിൽക്കേണ്ടതാരാണ്? ഇസ്ലാമിലെ പള്ളിയിൽ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതാരാണ്? ഏത് കുടുംബത്തിൽ പിറന്നവരാ? ഒരു കുടുംബത്തിലും പിറന്നവനല്ല. ആർക്കാണോ കൂടുതൽ യോഗ്യതയുള്ളത്, ആരാണോ കൂടുതൽ ഖുർആൻ മനഃപ്പാഠമാക്കിയത്, കൂടുതൽ ഹിഫ്ദുള്ള ആളുകളാണ് ഇമാമ് നിൽക്കേണ്ടത്. ഇനി ഒരു പള്ളിയിൽ എല്ലാവർക്കും ഹിഫ്ദ് ഒരുപോലെയാണെങ്കിലോ, ഹിഫ്ദിന് പുറമെ ആർക്കാണ് കൂടുതൽ ഇൽമ് കൂടെ ഉള്ളത്, അറിവ് കൂടെ ഉള്ളത്, അവരാണ് ഇമാമ് നിൽക്കേണ്ടത്. ഇനി എല്ലാവർക്കും ഹിഫ്ദും ഇൽമും ഒരുപോലെയാണെങ്കിലോ, അപ്പോൾ ആരാണോ അവർ കൂട്ടത്തിൽ വയസ്സുകൊണ്ട് മൂത്ത ആള്, വയസ്സുകൊണ്ട് ഉയർന്ന ആള്, അവരാണ് ഇമാമ് നിൽക്കേണ്ടത്. എന്താണ് പ്രവാചകൻ കാണിച്ച മാതൃക? ജാതിയല്ല, ജാതകമല്ല, കുടുംബമല്ല, തറവാടല്ല. പ്രവാചകൻ കാണിച്ച മാതൃക അർഹതക്കുള്ള അംഗീകാരം. ആർക്കാണോ ഈ ഇമാം നിൽക്കാനുള്ള യോഗ്യത, ക്വാളിഫിക്കേഷൻ ഉള്ളത്, അവർക്ക് നിൽക്കാം. അവൻ കൂലിപ്പണി എടുക്കുന്നവനാകട്ടെ, അവൻ തൊഴിലാളിയാകട്ടെ, മുതലാളിയാകട്ടെ, അധ്യാപകനാകട്ടെ, ഡ്രൈവറാകട്ടെ, ആരാകാം.
ഇതാണ് ഇസ്ലാം. പ്രവാചകന്റെ ഈ മാതൃക എന്നൊന്നും പ്രസക്തമല്ലേ? നമ്മുടെ ഈ നൂറ്റാണ്ടിൽ പോലും, ഏറ്റവും മോഡേൺ ഏജ് എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ പോലും ക്ഷേത്രങ്ങളിൽ, ചില ആരാധനാലയങ്ങളിൽ താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനമില്ല, അവർക്ക് പൂജ നടത്താനുള്ള അവകാശമില്ല എന്ന് പറയുമ്പോൾ പ്രവാചകൻ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഈ ഉച്ചനീചത്വത്തിനെതിരെ മാതൃകാപരമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു കൊടുത്തു. ആരെയൊക്കെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ കുടക്കീഴിൽ കൊണ്ടുവന്നത്? പേർഷ്യക്കാരനായ സൽമാൻ റളിയല്ലാഹു അൻഹു, കറുത്തവനായ ബിലാൽ റളിയല്ലാഹു അൻഹു, സമ്പന്നനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉന്നത കുടുംബത്തിൽപ്പെട്ടിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു, പാവപ്പെട്ടവനായ അബൂദർ റളിയല്ലാഹു അൻഹു. ഇതുപോലുള്ള എല്ലാ ആളുകളെയും, സ്ത്രീകളിൽ നിന്ന് ഖദീജ റളിയല്ലാഹു അൻഹ, കുട്ടികളിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹു. ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു മനുഷ്യ വിഭാഗത്തിലെ എല്ലാ തലങ്ങളിൽപ്പെട്ടിരിക്കുന്ന ആളുകളെയും ഒരുപോലെ കോർത്തിണക്കി കൊണ്ടുപോകാൻ ആർക്കാ സാധിച്ചത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലാതെ. മറ്റൊരു കാര്യം പറയട്ടെ, നേരത്തെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ചേർത്തി മനസ്സിലാക്കേണ്ട വിഷയം, ലോകത്ത് സ്ത്രീകൾ അവഗണിക്കപ്പെടുന്നത് പ്രധാനമായും 3 കാരണങ്ങളെ കൊണ്ടാണ്. ഒന്ന്, അവൾ സ്ത്രീയായി എന്നതുകൊണ്ട്. രണ്ടാമത്തേത്, അവൾ ഒരു നീഗ്രോയാണെങ്കിലോ, ഒരു കറുത്ത പെണ്ണാണെങ്കിലോ. നമ്മുടെ നാട്ടിൽ വെളുത്ത പെണ്ണിന് ലഭിക്കുന്ന അംഗീകാരം കറുത്ത പെണ്ണിന് ലഭിക്കാറില്ല. മൂന്നാമത്തേത്, അവൾ ഒരു ദരിദ്രയാണെങ്കിലോ, ഒരു മിസ്കീനത്താണെങ്കിലോ. ഇതിനും പുറമെ അവൾ ഒരു വിദേശിയാണെങ്കിലോ. ശ്രദ്ധിക്കുക, നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ അവഗണിക്കപ്പെടുന്നത്, അത് ഏത് രാജ്യത്താകട്ടെ, അമേരിക്കയിലാകട്ടെ, ഫ്രാൻസിലാകട്ടെ, ബ്രിട്ടനിലാകട്ടെ, ഏത് വലിയ യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിലും സ്ത്രീകൾ അവഗണിക്കപ്പെടാനുള്ള ചില കാരണങ്ങൾ. ഒന്ന്, അവൾ പെണ്ണായി എന്നതുകൊണ്ട്. രണ്ടാമത്തേത്, അവൾ കറുത്തവളാണെങ്കിൽ. മൂന്നാമത്തേത്, അവൾ ദരിദ്രയാണെങ്കിൽ. നാലാമത്തേത്, അവൾ ഒരു വിദേശിയാണെങ്കിൽ. എന്നാൽ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങിയിരിക്കുന്ന ഒരു പെണ്ണ്, ആ പെണ്ണിനെയാണ് ലോകത്തിലെ മുഴുവൻ ആളുകളും അവരുടെ ഹജ്ജിന്റെയും ഉംറയുടെയും സന്ദർഭത്തിൽ മോഡലാക്കുന്നത്, മാതൃകയാക്കുന്നത്. ആരായിരുന്നത്? ഹാജറ ബീവി അലൈഹിസ്സലാം. ഹാജറ ബീവി ആരായിരുന്നു? അവർ അടിമയായിരുന്നു, നീഗ്രോയായിരുന്നു, പെണ്ണായിരുന്നു, ഒരു വിദേശിയായിരുന്നു. ഹാജറ ബീവി മക്കക്കാരിയല്ല, മക്കയിലേക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്നതാണ്. ഒരു വിദേശിയായ, ഒരു നീഗ്രോയായ, ഒരു അടിമയായ ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ മാതൃകയാണ് സഫാ മർവ കുന്നുകൾക്കിടയിൽ അവർ നടത്തിയിരിക്കുന്ന നടത്തം. ആ നടത്തം നിർവഹിക്കാതെ ലോകത്തെ ഒരാളുടെയും ഹജ്ജും ഉംറയും സ്വഹീഹാകില്ല. എന്താ ഇസ്ലാം ചെയ്തത്? എല്ലാവരാലും ഏതു നിലക്കും അവഗണിക്കപ്പെടുന്ന, അടിച്ചമർത്തപ്പെടുന്ന ഒരു വിഭാഗത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാക്കി കാണിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഖുദു അന്നി മനാസിക്കക്കും, നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ, ഉംറയുടെ കർമ്മങ്ങൾ നിങ്ങൾ സ്വീകരിക്കേണ്ടത്, നിങ്ങൾ കണ്ടുപഠിക്കേണ്ടത് എന്നിൽ നിന്നാണ്. ഹജ്ജിന്റെയും ഉംറയുടെയും കർമ്മങ്ങളൊക്കെ നിങ്ങൾ എന്നിൽ നിന്നാണ് കണ്ടുപഠിക്കേണ്ടത്. പ്രവാചകൻ ഈ വക കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഭാര്യയോ അതല്ലെങ്കിൽ ഉമർ റളിയല്ലാഹുവിന്റെയോ അബൂബക്കർ റളിയല്ലാഹുവിന്റെയോ ഭാര്യമാരോ അവരെയല്ല മാതൃകയാക്കിയത്, അവരായിരുന്നില്ല മോഡലായത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തിരിക്കുന്ന മാതൃക നോക്കൂ. ലോകത്ത് ഫെമിനിസ്റ്റ് സംഘടനകൾക്ക് പോലും ഇങ്ങനെ ഒരു മോഡൽ ലോകത്ത് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ദരിദ്രയായ, നീഗ്രോയായ, അടിമയായ ഒരു വിദേശിയായ പെണ്ണിനെ ഏത് ഫെമിനിസ്റ്റുവാദികളാണ് അംഗീകരിച്ചത്, ആദരിച്ചത്, അവർക്കുള്ള പരിഗണന നൽകിയത്? ഇതാണ് ഇസ്ലാമിന്റെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. എല്ലാ മേഖലയിലും. ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ ലോകത്ത് സാമ്പത്തിക മേഖലയിൽ വളരെ ചർച്ചയ്ക്ക് വിധേയമാകുന്ന ഒരു വിഷയമാണ് സാമ്പത്തിക ക്രൈസിസ് ഉണ്ടായി. ലോകത്ത് വലിയ വലിയ രാഷ്ട്രങ്ങളിൽ വലിയ വലിയ കമ്പനികൾ ആയിരക്കണക്കിന് തൊഴിലാളികളെ, ലേബേഴ്സിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. സാമ്പത്തിക ക്രൈസിസ്, ഫിനാൻഷ്യൽ ക്രൈസിസ് വേൾഡ് അടിസ്ഥാനത്തിൽ ഉണ്ടായപ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടായി. ശരി, ഈ സന്ദർഭത്തിൽ ലോകത്ത്
മുസ്ലിങ്ങളല്ലാത്ത സാമ്പത്തിക വിദഗ്ധന്മാർ പോലും ചർച്ച ചെയ്ത വിഷയം എന്താണെന്നറിയോ? ഈ ഫൈനാൻഷ്യൽ ക്രൈസിസിനെ എങ്ങനെ നേരിടാം, ഇതിന് പരിഹാരം എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ലോകത്തെ അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക വിദഗ്ധനാണ്. അദ്ദേഹത്തെ പോലുള്ള വലിയ വലിയ ബുദ്ധിജീവികൾ, മുസ്ലിങ്ങളല്ലാത്ത വലിയ വലിയ ബുദ്ധിജീവികൾ പങ്കെടുത്തിരിക്കുന്ന സദസ്സിൽ, വലിയ വലിയ ഉച്ചകോടിയിൽ നടന്ന ചർച്ചയിൽ അവർ പരിഹാരമായി നിർദ്ദേശിച്ചത് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന സാമ്പത്തിക നിയമങ്ങളാണ്, പലിശരഹിത വായ്പാ പദ്ധതികളാണ്. എന്താണ് ഇസ്ലാമിന്റെ സാമ്പത്തിക നിയമങ്ങൾ? അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. വിശുദ്ധ ഖുർആനിൽ പലിശയെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഭാഗം സൂറത്തു അൽ ബഖറയിലാണ്. അൽ ബഖറയിൽ പലിശയെ സംബന്ധിച്ച് പറയുന്നതിന് തൊട്ട് മുൻപ് പറഞ്ഞിരിക്കുന്ന വിഷയം സ്വതക്ക കൊടുക്കാനാണ്, ദാനധർമ്മം ചെയ്യാൻ. പലിശയെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം പറഞ്ഞിരിക്കുന്നതാകട്ടെ കടം കൊടുക്കാനാണ്. ഖുർആനിൽ ഏറ്റവും വലിയ ആയത്ത് തന്നെ ആയത്തു ദൈൻ, അൽ ബഖറ സൂറത്തിന്റെ 282 ആയത്താണ്. അപ്പോൾ കടം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടും സ്വതക്ക നൽകുന്നതുമായി ബന്ധപ്പെട്ടും പറയുന്ന വിഷയങ്ങളുടെ ഇടയിലാണ് ഖുർആൻ പലിശയെ സംബന്ധിച്ച് പറയുന്നത്. എന്താണ് ഇവകൾക്കിടയിലുള്ള ബന്ധം? വലിയ ബന്ധമുണ്ട്. അതായത് ഏതൊരു സമൂഹത്തിലാണോ, ഏതൊരു രാഷ്ട്രത്തിലാണോ ആളുകൾ കടം കൊടുക്കുവാനും സ്വതക്ക ചെയ്യുവാനും തയ്യാറുള്ളത്, ആ രാഷ്ട്രത്തിൽ, ആ സമൂഹത്തിൽ പലിശ കൊണ്ടുള്ള പ്രയാസം ഉണ്ടാവില്ല. എപ്പോഴാണ് ആളുകൾ പലിശയിലേക്ക് തിരിയുന്നത്? സമൂഹത്തിലെ ഉള്ളവൻ, മുതലാളിമാർ, കാശുള്ളവൻ കടം കൊടുക്കാൻ തയ്യാറില്ലാത്തപ്പോൾ, സ്വതക്ക കൊടുക്കാൻ തയ്യാറില്ലാത്തപ്പോൾ. പ്രവാചകൻ തിരുമേനി പഠിപ്പിച്ചു, ഖുർആൻ പഠിപ്പിച്ചു, സ്വതക്ക കൊടുക്കുന്ന, കടം കൊടുക്കുന്ന ഒരു സൊസൈറ്റിയിൽ, ഒരു രാഷ്ട്രത്തിൽ, ഒരു സമൂഹത്തിൽ പലിശയുടെ പ്രയാസങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ വേൾഡ് അടിസ്ഥാനത്തിൽ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായപ്പോൾ ലോകം ഈ പറഞ്ഞിരിക്കുന്ന ഇസ്ലാമിന്റെ സാമ്പത്തിക നിയമങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുവാനുള്ള കാരണം ഇസ്ലാം കൊണ്ടുവന്നിരിക്കുന്ന സാമ്പത്തിക നിയമങ്ങൾ പലിശ കൊണ്ട് കഷ്ടപ്പെടുകയോ പ്രയാസങ്ങൾ അനുഭവിക്കുകയോ ചെയ്യുന്ന ഒരു സമൂഹത്തെ അല്ല സൃഷ്ടിച്ചത്. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സാമ്പത്തിക ഏജൻസികൾ, സാമ്പത്തിക സിദ്ധാന്തങ്ങൾ, ബാങ്കുകൾ, ഇതൊക്കെയും സൃഷ്ടിക്കുന്നത് പലിശ കൊണ്ട് അതിസമ്പന്നരാകുന്ന ഒരു സമൂഹത്തെയും പലിശ കൊടുത്ത് കഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തെയുമാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ ഇസ്ലാം ചെയ്തതോ പലിശ കൊടുക്കാത്ത, പലിശ വാങ്ങാത്ത, എന്നാൽ സ്വതക്ക കൊടുക്കുന്ന, കടം കൊടുക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കി. പലിശ വാങ്ങുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? പലിശ വാങ്ങുമ്പോൾ സംഭവിക്കുന്നത് കൊടുക്കുന്നവന് വെറുപ്പുണ്ടാകും. സ്വതക്ക കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കൊടുക്കുന്നവനും വാങ്ങുന്നവനും, കൊടുക്കുന്നവന് സ്നേഹമുണ്ടാകും, വാങ്ങുന്നവന് ബഹുമാനമുണ്ടാകും. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക എന്ന് പറയുന്നത് വ്യക്തി ജീവിതത്തിലാകട്ടെ, കുടുംബ ജീവിതത്തിലാകട്ടെ, സാമൂഹിക സാമ്പത്തിക മേഖലകളിലാകട്ടെ, എല്ലാ മേഖലയിലും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന, എല്ലാവർക്കും മാതൃകയാക്കാൻ കഴിയുന്ന ഒരു വിശാലമായ, അന്യൂനമായ, കുറ്റമറ്റ മാതൃകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു മാതൃക ലോകത്ത് സമർപ്പിക്കാൻ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലാതെ മറ്റാർക്കും സാധിച്ചിട്ടില്ല. ഇത് ജൂൺ മാസമാണ്. ജൂൺ 5 ലോകാടിസ്ഥാനത്തിൽ ലോക പരിസ്ഥിതി ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ലോക പരിസ്ഥിതി ദിനം. നമ്മുടെ പരിസ്ഥിതിക്ക് വലിയ അപകടം സംഭവിക്കുന്നു. ചൂട് ഓരോ വർഷവും കൂടിക്കൂടി വരുന്നു, വെള്ളം കുറഞ്ഞു വരുന്നു. ഇതൊക്കെ പരിസ്ഥിതിക്കുണ്ടാകുന്ന വലിയ പ്രയാസങ്ങളാണ്, അപകടങ്ങളാണ്. അതുകൊണ്ട് ഐക്യരാഷ്ട്രസഭ, അതിൻ്റെ കീഴിലുള്ള യുനെസ്കോ, ഇവരൊക്കെ പരിസ്ഥിതിയെ സംരക്ഷിക്കുവാൻ വലിയ വലിയ നിയമങ്ങൾ, വലിയ വലിയ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും അവിടെ പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥയെ, ഇക്കോസിസ്റ്റത്തെ നിലനിർത്തുന്നതിന് വേണ്ടി വലിയ സമ്പത്താണ് അവരുടെ ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിസ്ഥിതിക്ക് നൽകിയിരിക്കുന്ന പ്രാധാന്യം എത്രയാണ്? പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഇന്നും പ്രസക്തമാണ്. ഒന്ന്, വെള്ളം കേടുവരുത്താൻ പാടില്ല. കെട്ടി നിൽക്കുന്ന വെള്ളമാകട്ടെ, ഒഴുകുന്ന വെള്ളമാകട്ടെ, അതിൽ മൂത്രമൊഴിക്കരുത്. വേസ്റ്റുകൾ തള്ളാൻ പാടില്ല. ഇന്ന് നമ്മുടെ വേസ്റ്റ് തള്ളുന്നത് എവിടെയാണ്? പുഴകളിലാണ്, തോടുകളിലാണ്, കടലുകളിലാണ്. വേസ്റ്റ് നിക്ഷേപിക്കുന്ന കേന്ദ്രങ്ങളായി നമ്മുടെ നാട്ടിലുള്ള പുഴകളും തോടുകളും നദികളൊക്കെ മാറി. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ
കെട്ടി നിൽക്കുന്ന വെള്ളമാകട്ടെ, ഒഴുകുന്ന വെള്ളമാകട്ടെ മൂത്രമൊഴിക്കാൻ പാടില്ല. അത് മൂത്രത്തിന്റെ മാത്രം പ്രശ്നമല്ല, വെള്ളം മലിനമാക്കാൻ പാടില്ല എന്ന സന്ദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നൽകിയിരിക്കുന്ന. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട, നമ്മുടെ നാട്ടിലുള്ള തണ്ണീർത്തടങ്ങൾ, ജലാശയങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ നിയമം ഇന്നും പ്രസക്തമല്ലേ? തീർച്ചയായും പ്രസക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ കൈകളിൽ ഒരു തൈയുണ്ട്, ഒരു വൃക്ഷത്തൈയുണ്ട്. ആ വൃക്ഷത്തൈ നിങ്ങൾ നടുന്ന നേരത്താണ് ഖിയാമത്ത് സംഭവിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ ആ മരം നട്ടുകൊള്ളണം. ആ മരം നട്ടുകൊള്ളണം. ആഗോളാടിസ്ഥാനത്തിൽ ആഗോള താപനം വർദ്ധിച്ചു വരുന്നു, ചൂട് വർദ്ധിച്ചു വരുന്നു. ഈ ചൂട് വർദ്ധിക്കുമ്പോൾ എന്താണ് പ്രതിവിധി? എല്ലാവരും പറയുന്നു, നമ്മുടെ രാജ്യത്തെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പറയുന്നു, മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓരോ വർഷവും ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് വൃക്ഷത്തൈകളാണ് വെച്ചു പിടിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ഖിയാമത്ത് സംഭവിക്കുക എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കൈകളിലുള്ള തൈ, വൃക്ഷത്തൈ നിങ്ങൾ വെച്ചു പിടിപ്പിക്കണം. മാഷാ അല്ലാഹ്. ഇത്രയേറെ പ്രകൃതിയുടെ സംരക്ഷകനായി, പ്രകൃതിക്കുള്ള സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ലോക നേതാവിനെ, ഒരു മത നേതാവിനെ, ഒരു പ്രവാചകനെ നമുക്ക് കാണാൻ സാധിക്കുമോ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ മാതൃകയുണ്ട്. ഈ മാതൃകയെ നാം നമ്മുടെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുകയും, പ്രത്യേകിച്ച് പ്രവാചകനെ അറിയാത്ത ഇതര മതത്തിൽപ്പെട്ടിരിക്കുന്ന ഹൈന്ദവ, ക്രൈസ്തവ മതത്തിൽപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ പ്രവാചകൻ തെറ്റിദ്ധരിക്കുകയാണ്. പ്രവാചകൻ യുദ്ധക്കൊതിയനാണ്, പ്രവാചകൻ ഒരു സ്ത്രീകളുടെ വിഷയത്തിൽ അമിതമായി കല്യാണം കഴിച്ച ഒരു ലൈംഗിക അരാജകത്വം കാണിച്ച വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അടിസ്ഥാനരഹിതമായ തെറ്റിദ്ധാരണ നികത്തുവാൻ നമുക്ക് സാധിക്കണം. അതിനെന്ത് വേണം? ഇതുപോലുള്ള റമദാൻ മാസത്തിൽ, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ ആഴത്തിൽ ഇറങ്ങിപ്പടിക്കുവാൻ, മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾക്കറിയുമോ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ന് ക്രിസ്ത്യാനികളാണെങ്കിൽ പോലും ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ള പേര് ഏതാണ്? ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന പേര് മുഹമ്മദ് എന്ന പേരാണ്. മുഹമ്മദ്. പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ടെലിവിഷനിൽ. അതിനകത്ത് പങ്കെടുത്തിരിക്കുന്ന ആളുകൾ പേരിനെ സംബന്ധിച്ച് കൂടുതൽ പഠനം നടത്തിയ ആളുകളാണ്. അവർ അവരുടെ പഠനത്തിൽ, സർവേയിൽ അവർക്ക് ബോധ്യമായ ഒരു വിഷയമാണ് പറഞ്ഞത്, ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പേര് മുഹമ്മദ് എന്ന പേരാണ്. അത് മറ്റൊരു വിഷയം. ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായി പഠിക്കുക, കൂടുതലായി മനസ്സിലാക്കുക. നമ്മുടെ ഹബീബായ, ഈ ലോകത്തിന്റെ കാരുണ്യമായ, ലോകത്തിന്റെ മാർഗദർശിയായ, ലോകത്തിന്റെ ഗുരുനാഥനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും നല്ല ചിന്തകൾ, ഏറ്റവും നല്ല പഠനങ്ങൾ, അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ ഏറ്റവും നല്ല വിധത്തിൽ നാം സമൂഹത്തിന് കൈമാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ മുഹമ്മദ് നബിയെ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നല്ലത് മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു അറബിക് കോളേജിന്റെയും തഹ്ഫീദുൽ ഖുർആന്റെയും വിഷയത്തിലുള്ള ഒരു കലക്ഷൻ ഇവിടെ എടുക്കുന്നുണ്ട്. വളരെ പാവങ്ങളായ മക്കൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലാണത് പ്രവർത്തിക്കുന്നത്. നിങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി അതുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വളരെ ഒന്നുമില്ലാത്ത ഈ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ മക്കളാണ് അതിൽ കൂടുതലായി പഠിക്കുന്നത്. നിസ്സാരമായ ഒരു ഫീസ് അതുപോലും തരാൻ കഴിയാത്ത മക്കൾ. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതിൽ ഒരു അധ്യാപകന്റെ ശമ്പളം, വളരെ തുച്ഛമായ ശമ്പളം 9,000 രൂപ, പ്രിൻസിപ്പൽ ഞങ്ങൾ ആകെ കൊടുക്കുന്നത് 15,000 രൂപ. ഇങ്ങനെ ആർക്കെങ്കിലും ഇത് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഒരു മാസം ഒരു അധ്യാപകന്റെ ശമ്പളം ഞാൻ നൽകാം, അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ഒരു കുട്ടിക്ക് ആവശ്യമായി വരുന്ന ചെലവ് ഞാൻ നൽകാം. ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് നിങ്ങൾ ഏറ്റെടുക്കണം. അല്ലാത്ത ആൾ എന്താണ് കഴിയുന്നത് അത് നൽകണം. അതിനും സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യണം എന്നുകൂടെ ഉപദേശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അള്ളാഹു നമ്മുടെ എല്ലാ സ്വതക്കുകളും പുണ്യകർമ്മങ്ങളും ഒക്കെ സ്വീകരിക്കുകയും പരലോകത്ത് മഹത്തായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. والسلام عليكم.
أشهد أن لا إله إلا الله. أشهد أن لا